എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം. മൻ കി ബാത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നവംബർ മാസം ഒരുപാട് പ്രചോദനങ്ങളോടെയാണ് വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നവംബർ 26 ഭരണഘടനാ ദിനത്തിൽ സെൻട്രൽ ഹാളിൽ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം നടക്കുന്ന പരിപാടികൾക്ക് ഗംഭീരമായ തുടക്കം കുറിച്ചു. നവംബർ 25 അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധർമ്മധ്വജം ഉയർത്തി. അതേ ദിവസം തന്നെ കുരുക്ഷേത്രത്തിലെ ജ്യോതിസൽ പാഞ്ച ജന്യസ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൈദരാബാദിൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഫ് എഞ്ചിൻ MRO ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തു. വിമാനങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയർ, ഓവർഹൗൾ എന്നീ മേഖലയിൽ ഇന്ത്യ ഒരു വലിയ ചുവടുവെപ്പാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നടന്ന ഒരു പരിപാടിയിൽ INS മാഹിയെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി. കഴിഞ്ഞയാഴ്ച തന്നെ ഇന്ത്യയുടെ സ്പേസ് ഇക്കോസിസ്റ്റത്തിന് സ്കൈ റൂട്ടിൻ്റെ ഇൻഫിനിറ്റി ക്യാമ്പസ് പുതിയൊരു കുതിപ്പ് നൽകി. ഇത് ഇന്ത്യയുടെ പുതിയ ചിന്തയുടെയും ഇന്നൊവേഷൻ്റെയും യൂത്ത് പവറിൻ്റെയും പ്രതിഫലനമായി മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, കാർഷിക മേഖലയിലും രാജ്യം വലിയ നേട്ടം കൈവരിച്ചു. ഇന്ത്യ 357 മില്യൺ ടൺ ഭക്ഷ്യധാന്യം ഉത്പാദിപ്പിച്ച് ഒരു ചരിത്രപരമായ റെക്കോർഡ് സ്ഥാപിച്ചു. 357 മില്യൺ ടൺ. 10 വർഷം മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ഉത്പാദനം 100 മില്യൺ ടൺ കൂടി വർദ്ധിച്ചിരിക്കുന്നു. കായിക രംഗത്തും ഇന്ത്യയുടെ പതാക പാറിപ്പറന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി. ഇവ വലിയ നേട്ടങ്ങളാണ്. ഇത് രാജ്യത്തിൻ്റേതാണ്, ദേശവാസികളുടേതാണ്. മൻ കി ബാത്ത് രാജ്യത്തെ ജനങ്ങളുടെ ഇത്തരം നേട്ടങ്ങളെയും ജനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള ഒരു മികച്ച വേദിയാണ്. സുഹൃത്തുക്കളെ, മനസ്സിൽ സ്ഥിരോത്സാഹമുണ്ടാവുകയും കൂട്ടായ ശക്തിയിലും ഒരു ടീമായി പ്രവർത്തിക്കുന്നതിലും വിശ്വാസവുമുണ്ടെങ്കിൽ, വീണിടത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ, എത്ര കഠിനമായ കാര്യത്തിലും വിജയം ഉറപ്പാണ്. നിങ്ങൾ പഴയ കാലം ഒന്നോർത്ത് നോക്കൂ. സാറ്റലൈറ്റുകൾ ഇല്ലാതിരുന്ന, GPS സിസ്റ്റം ഇല്ലാതിരുന്ന, നാവിഗേഷനായി ഒരു സൗകര്യവും ഇല്ലാതിരുന്ന കാലം. അപ്പോഴും നമ്മുടെ നാവികർ വലിയ കപ്പലുകളുമായി കടലിലേക്ക് പോവുകയും നിശ്ചിത സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കടലിനപ്പുറം ലോകരാജ്യങ്ങൾ ബഹിരാകാശത്തിൻ്റെ അനന്തമായ ഉയരങ്ങൾ അളക്കുകയാണ്. വെല്ലുവിളി അവിടെയും അതുതന്നെയാണ്. GPS സിസ്റ്റമില്ല, ആശയവിനിമയത്തിന് അത്തരം സംവിധാനങ്ങളില്ല. പിന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ഈ വീഡിയോ ISROയുടെ ഒരു സവിശേഷമായ ഡ്രോൺ മത്സരത്തിൻ്റേതായിരുന്നു. ഈ വീഡിയോയിൽ നമ്മുടെ രാജ്യത്തെ യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ ജെൻസി, ചൊവ്വാഗ്രഹത്തിലേതിന് സമാനമായ സാഹചര്യങ്ങളിൽ ഡ്രോൺ പറത്താൻ ശ്രമിക്കുകയായിരുന്നു. ഡ്രോണുകൾ പറന്നു കുറച്ചു നേരം സന്തുലിതാവസ്ഥയിൽ നിന്നു. പിന്നെ പെട്ടെന്ന് നിലത്ത് വീണു. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം ഇവിടെ പറന്നിരുന്ന ഡ്രോണുകൾക്ക് GPS പിന്തുണ ഒട്ടും ഉണ്ടായിരുന്നില്ല. ചൊവ്വാഗ്രഹത്തിൽ GPS സാധ്യമല്ല. അതിനാൽ ഡ്രോണിന് ബാഹ്യമായ സിഗ്നലുകളൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ മാർഗനിർദ്ദേശം ലഭിക്കില്ല. ഡ്രോണിന് അതിൻ്റെ ക്യാമറകളും ഇൻബിൽഡ് സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് പറക്കേണ്ടിയിരുന്നത്. ആ ചെറിയ ഡ്രോണിനാകട്ടെ ഗ്രൗണ്ടിൻ്റെ പാറ്റേണുകൾ തിരിച്ചറിയണമായിരുന്നു, ഉയരം അളക്കണമായിരുന്നു, തടസ്സങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതമായി ഇറങ്ങാനുള്ള വഴി സ്വയം കണ്ടെത്തണമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ഡ്രോണുകളും ഒന്നിനു പുറകെ ഒന്നായി വീണുകൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, ഈ മത്സരത്തിൽ പൂനെയിൽ നിന്നുള്ള ഒരു യുവസംഘം ഒരു പരിധിവരെ വിജയം കൈവരിച്ചു. അവരുടെ ഡ്രോണും പലതവണ വീണു, ക്രാഷായി. പക്ഷേ അവർ തോൽവി സമ്മതിച്ചില്ല.
പലതവണത്തെ പരിശ്രമത്തിനു ശേഷം ഈ ടീമിൻ്റെ ഡ്രോൺ ചൊവ്വയിലെ സാഹചര്യങ്ങളിൽ അല്പനേരം പറക്കുന്നതിൽ വിജയിച്ചു. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു ദൃശ്യം തെളിഞ്ഞു വന്നു. ചന്ദ്രയാൻ 2 ആശയവിനിമയം നഷ്ടപ്പെട്ട ആ ദിവസം. കുറച്ചുനേരം രാജ്യം മുഴുവനും, പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞരും, നിരാശയിലായി. എന്നാൽ സുഹൃത്തുക്കളെ, പരാജയം അവരെ തടഞ്ഞില്ല. അന്നുതന്നെ അവർ ചന്ദ്രയാൻ 3 വിജയഗാഥ എഴുതാൻ ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തപ്പോൾ അതൊരു ദൗത്യത്തിൻ്റെ മാത്രം വിജയമായിരുന്നില്ല. അത് പരാജയത്തിൽ നിന്നും കെട്ടിപ്പടുത്ത ആത്മവിശ്വാസത്തിൻ്റെ വിജയമായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന യുവാക്കളുടെ കണ്ണുകളിലും അതേ തിളക്കം ഞാൻ കണ്ടു. ഓരോ തവണയും നമ്മുടെ യുവാക്കളുടെ കഠിനാധ്വാനവും ശാസ്ത്രജ്ഞരുടെ സമർപ്പണവും കാണുമ്പോൾ എൻ്റെ മനസ്സ് ഉത്സാഹം കൊണ്ട് നിറയുന്നു. യുവാക്കളുടെ ഈ കഠിനാധ്വാനമാണ് വികസിത ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങളെല്ലാവരും തേനിൻ്റെ മാധുര്യത്തെക്കുറിച്ച് തീർച്ചയായും അറിവുള്ളവരായിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒന്നുണ്ട്. അതിനു പിന്നിൽ എത്ര പേരുടെ അധ്വാനമുണ്ട്, എത്ര പാരമ്പര്യങ്ങളുണ്ട്, പ്രകൃതിയുമായി എത്ര മനോഹരമായ ഐക്യമുണ്ട് എന്ന്. സുഹൃത്തുക്കളെ, ജമ്മു കശ്മീരിലെ മലയോര പ്രദേശങ്ങളിൽ വനതുളസി, അതായത് സുലായ് പൂക്കളിൽ നിന്ന് ഇവിടുത്തെ തേനീച്ചകൾ വളരെ സവിശേഷമായ തേൻ ഉണ്ടാക്കുന്നു. ഈ തേനിൻ്റെ നിറം വെളുപ്പാണ്. ഇതിനെ രാംബൻ സുലായ് ഹണി എന്ന് വിളിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് രാംബൻ സുലായ് ഹണിക്ക് GI ടാഗ് ലഭിച്ചത്. ഇതിനുശേഷം ഈ തേൻ രാജ്യമെമ്പാടും പ്രശസ്തി നേടുകയാണ്. സുഹൃത്തുക്കളെ, ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ അവിടുത്തെ സസ്യങ്ങൾ തേൻ ഉൽപ്പാദനത്തിന് ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഗ്രാമജന്യ എന്ന കർഷക സംഘടന ഈ പ്രകൃതിദത്തമായ സമ്മാനത്തിന് പുതിയൊരു ദിശ നൽകുന്നു. ഗ്രാമജന്യ ഇവിടെ ഒരു ആധുനിക പ്രോസസ്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ചു. ലാബ്, ബോട്ട്ലിംഗ്, സ്റ്റോറേജ്, ഡിജിറ്റൽ ട്രാക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ചേർത്തു. ഇപ്പോൾ ഇതേ തേൻ ബ്രാൻഡഡ് ഉൽപ്പന്നമായി ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് എത്തുന്നു. ഈ ശ്രമത്തിൻ്റെ പ്രയോജനം 2500-ലധികം കർഷകർക്ക് ലഭിച്ചു. സുഹൃത്തുക്കളെ, കർണാടകയിലെ തന്നെ തുമകുരു ജില്ലയിൽ ശിവഗംഗാ കാളിഞ്ചിയ എന്ന സംഘടനയുടെ ശ്രമവും വളരെ പ്രശംസനീയമാണ്. ഇവർ ഇവിടെ ഓരോ അംഗത്തിനും തുടക്കത്തിൽ 2 ബോക്സുകൾ നൽകുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ സംഘടന അനേകം കർഷകരെ തങ്ങളുടെ ദൗത്യവുമായി ബന്ധിപ്പിച്ചു. ഇപ്പോൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട കർഷകർ ഒരുമിച്ച് തേനെടുക്കുകയും മികച്ച രീതിയിൽ പാക്ക് ചെയ്യുകയും പ്രാദേശിക വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അവർക്ക് മികച്ച വരുമാനവും ലഭിക്കുന്നു. ഇതിന് സമാനമായ ഒരു ഉദാഹരണമാണ് നാഗാലാൻഡിലെ ക്ലിഫ് ഹണി ഹണ്ടിംഗ്. നാഗാലാൻഡിലെ ചോക്ലാങ്കൻ ഗ്രാമത്തിൽ ചിയാമണി യാങ്കൻ ഗോത്രവർഗക്കാർ നൂറ്റാണ്ടുകളായി തേനെടുക്കുന്ന ജോലി ചെയ്തു വരുന്നു. ഇവിടെ തേനീച്ചകൾ മരങ്ങളിലല്ല, മറിച്ച് ഉയർന്ന പാറകളിലാണ് കൂടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തേനെടുക്കുന്ന ജോലി വളരെ അപകടം നിറഞ്ഞതാണ്. അതിനാൽ ഇവിടുത്തെ ആളുകൾ തേനീച്ചകളോട് ആദ്യം സൗമ്യമായി സംസാരിക്കുന്നു. അവരോട് അനുവാദം ചോദിക്കുന്നു. ഇന്ന് തങ്ങൾ തേനെടുക്കാൻ വന്നിരിക്കുകയാണെന്ന് അവരോട് പറയുന്നു. അതിനുശേഷമാണ് തേനെടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യ തേൻ ഉത്പാദനത്തിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. 11 വർഷം മുൻപ് രാജ്യത്തെ തേൻ ഉത്പാദനം 76,000 മെട്രിക് ടൺ ആയിരുന്നു. ഇപ്പോൾ അത് 1.5 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തേനിൻ്റെ കയറ്റുമതിയും 3 ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഹണി മിഷൻ പരിപാടിയുടെ കീഴിൽ ഖാദി ഗ്രാമോദ്യോഗം 2.25 ലക്ഷത്തിലധികം ബോക്സുകൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിച്ചു. അതായത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ തേനിൻ്റെ മധുരം വർദ്ധിക്കുകയും ഈ മധുരം കർഷകരുടെ വരുമാനം കൂട്ടുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ യുദ്ധത്തിൻ്റെ ഈ അനുഭവം നിങ്ങൾ ഇപ്പോൾ
അവിടെ മഹാഭാരത അനുഭവ കേന്ദ്രത്തിലും നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഈ അനുഭവ കേന്ദ്രത്തിൽ മഹാഭാരത ഗാഥയെ 3D ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിലും ഡിജിറ്റൽ ടെക്നിക്കിലൂടെയും പ്രദർശിപ്പിക്കുന്നു. നവംബർ 25-ന് ഞാൻ കുരുക്ഷേത്രത്തിൽ പോയപ്പോൾ ഈ അനുഭവ കേന്ദ്രത്തിലെ അനുഭവം എന്നെ ആനന്ദിപ്പിച്ചു. സുഹൃത്തുക്കളെ, കുരുക്ഷേത്രത്തിൽ ബ്രഹ്മസരോവറിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിൽ പങ്കെടുത്തതും എന്നെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ടതായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ എങ്ങനെയാണ് ദിവ്യഗ്രന്ഥമായ ഗീതയിൽ നിന്ന് പ്രചോദിതരാകുന്നതെന്ന് കണ്ട് എനിക്ക് വളരെ മതിപ്പ് തോന്നി. ഈ മഹോത്സവത്തിൽ യൂറോപ്പ്, മധ്യേഷ്യ എന്നിവയുൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പങ്കെടുത്തു. ഈ മാസം ആദ്യം സൗദി അറേബ്യയിൽ ആദ്യമായി ഒരു പൊതുവേദിയിൽ ഗീത അവതരിപ്പിക്കപ്പെട്ടു. യൂറോപ്പിലെ ലാത്വിയയിലും അവിസ്മരണീയമായ ഒരു ഗീതാ മഹോത്സവം സംഘടിപ്പിച്ചു. ഈ മഹോത്സവത്തിൽ ലാത്വിയ, എസ്റ്റോണിയ, ലിത്വാനിയ, അൾജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ആവേശത്തോടെ പങ്കെടുത്തു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൽ ശാന്തിയും കരുണയും എന്ന ഭാവമാണ് സർവോപരിയായിട്ടുള്ളത്. നിങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ഒന്ന് സങ്കല്പിക്കൂ. ചുറ്റും നാശത്തിൻ്റെ ഭയാനകമായ അന്തരീക്ഷം നിലനിന്നിരുന്ന സമയം. അത്തരം പ്രയാസകരമായ സമയത്ത് ഗുജറാത്തിലെ നവാനഗറിലെ ജാം സാഹിബ് മഹാരാജ ദിഗ്വിജയ് സിംഗ് ജി ചെയ്ത് മഹത്തായ കാര്യം, അത് ഇന്നും നമുക്ക് പ്രചോദനം നൽകുന്നു. ആ സമയത്ത് ജാം സാഹിബ് ഏതെങ്കിലും സൈനിക സഖ്യത്തെക്കുറിച്ചോ യുദ്ധതന്ത്രത്തെക്കുറിച്ചോ ചിന്തിച്ചിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്ക ലോകമഹായുദ്ധത്തിനിടയിൽ എങ്ങനെ പോളിഷ് ജൂത കുട്ടികളെ രക്ഷിക്കാം എന്നതായിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അഭയം നൽകി, അവർക്ക് പുതിയ ജീവിതം നൽകി. അത് ഇന്നും ഒരു മാതൃകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തെക്കൻ ഇസ്രായേലിലെ മഷാവ് നെവാട്ടിമിൽ ജാം സാഹിബിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. ഇതൊരു വളരെ വിശേഷപ്പെട്ട ബഹുമതിയായിരുന്നു. കഴിഞ്ഞ വർഷം പോളണ്ടിലെ വാർസോയിൽ എനിക്ക് ജാം സാഹിബിൻ്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. എനിക്ക് ആ നിമിഷം എന്നെന്നും അവിസ്മരണീയമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോയമ്പത്തൂരിലേക്ക് പോയിരുന്നു. ദക്ഷിണേന്ത്യയിൽ നാച്ചുറൽ ഫാമിങ്ങിനെക്കുറിച്ച് നടക്കുന്ന ശ്രമങ്ങൾ കണ്ട് ഞാൻ വളരെ ആകൃഷ്ടനായി. എത്രയോ ഉയർന്ന യോഗ്യതയുള്ള യുവ പ്രൊഫഷണലുകൾ ഇപ്പോൾ നാച്ചുറൽ ഫാമിംഗ് രംഗത്തേക്ക് വരുന്നു. ഞാൻ അവിടെ കർഷകരുമായി സംസാരിച്ചു, അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞു. നാച്ചുറൽ ഫാമിംഗ് ഭാരതത്തിൻ്റെ പുരാതന പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. ഭൂമി മാതാവിനെ സംരക്ഷിക്കുന്നതിനായി ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ എല്ലാം കടമയാണ്. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷയും ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നും, ഇവ രണ്ടിൻ്റെയും സംഗമം എപ്പോഴും അത്ഭുതകരമാണ്. ഞാൻ സംസാരിക്കുന്നത് കാശി തമിഴ് സംഗമത്തെക്കുറിച്ചാണ്. ഡിസംബർ 2-ന് കാശിയിലെ നമോഘട്ടിൽ 4ാമത്തെ കാശി തമിഴ് സംഗമം ആരംഭിക്കുകയാണ്. ഇത്തവണത്തെ കാശി തമിഴ് സംഗമത്തിൻ്റെ തീം വളരെയധികം താൽപ്പര്യമുളവാക്കുന്ന ഒന്നാണ്. ലേൺ തമിഴ്. തമിഴ് കർക്കലം കാശി തമിഴ് സംഗമം തമിഴ് ഭാഷയോട് താൽപ്പര്യമുള്ള എല്ലാവർക്കും അതൊരു പ്രധാന വേദിയായി മാറിയിരിക്കുന്നു. കാശിയിലെ ആളുകളുമായി സംസാരിക്കുമ്പോഴെല്ലാം അവർ എപ്പോഴും പറയാറുണ്ട്, കാശി തമിഴ് സംഗമത്തിൻ്റെ ഭാഗമാകുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണെന്ന്. ഇവിടെ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ കാണാനും അവസരം ലഭിക്കുന്നു. ഇത്തവണയും കാശി നിവാസികൾ പൂർണ്ണ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ സ്വാഗതം ചെയ്യാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും കാശി തമിഴ് സംഗമത്തിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം അത്തരം മറ്റ് വേദികളെക്കുറിച്ചും ചിന്തിക്കുക. അത് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന വികാരത്തെ ശക്തിപ്പെടുത്തും. ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, തമിഴ് കലാചാരം ഉയർവാനത്, തമിഴ് മൊഴി ഉയർവാനത്, തമിഴ്
ഇന്ത്യാവിൻ പെരുമിതം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഭാരതത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിന് കരുത്ത് ലഭിക്കുമ്പോൾ ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച മുംബൈയിൽ INS മാഹിയെ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ചിലർക്കിടയിൽ അതിൻ്റെ തദ്ദേശീയമായ രൂപകൽപ്പനയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു. അതേസമയം പുതുച്ചേരിയിലെയും മലബാർ തീരത്തെയും ആളുകൾ അതിൻ്റെ പേരിൽ തന്നെ സന്തോഷിച്ചു. യഥാർത്ഥത്തിൽ അതിൻ്റെ മാഹി എന്ന പേര് മാഹി എന്ന സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണ് നൽകിയിരിക്കുന്നത്. അതിന് സമ്പന്നമായ ചരിത്ര പൈതൃകമുണ്ട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പലരും ഈ യുദ്ധക്കപ്പലിൻ്റെ ക്രെസ്റ്റ് കളരിപ്പയറ്റിലെ ഉറുമി എന്ന പരമ്പരാഗതമായ വഴക്കമുള്ള വാളിനോട് സാമ്യമുള്ളതായി ശ്രദ്ധിച്ചു. നമ്മുടെ നാവികസേന ആത്മനിർഭരതയുടെ പാതയിൽ വളരെ വേഗത്തിൽ മുന്നേറുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ്. ഡിസംബർ 4 നമ്മൾ നാവികസേനാ ദിനവും ആഘോഷിക്കാൻ പോകുകയാണ്. ഈ അവസരം നമ്മുടെ സൈനികരുടെ അടങ്ങാത്ത ധൈര്യത്തെയും ശൗര്യത്തെയും ആദരിക്കാനുള്ള ഒരു പ്രത്യേക ദിവസമാണ്. സുഹൃത്തുക്കളെ, നേവിയുമായി ബന്ധപ്പെട്ട ടൂറിസത്തിൽ താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്തിലെ സോമനാഥിനടുത്ത് ദിയു എന്നൊരു ജില്ലയുണ്ട്. ദിയുവിൽ INS ഖുക്രിക്ക് സമർപ്പിച്ച ഖുക്രി മെമ്മോറിയൽ ആൻഡ് മ്യൂസിയം ഉണ്ട്. അതേസമയം ഗോവയിൽ നേവൽ ഏവിയേഷൻ മ്യൂസിയം ഉണ്ട്. അത് ഏഷ്യയിൽ ഇത്തരത്തിലുള്ള ഒരേയൊരു മ്യൂസിയമാണ്. ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യയിൽ ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം ഉണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സമുദ്രചരിത്രവും ഇന്ത്യൻ നേവിയുടെ പരിണാമവും കാണാൻ സാധിക്കും. മുൻപ് പോർട്ട് ബ്ലെയർ എന്നറിയപ്പെട്ടിരുന്ന ശ്രീവിജയപുരം, അവിടുത്തെ സമുദ്രിക നേവൽ മറൈൻ മ്യൂസിയം ആ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ചരിത്രം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് പേരുകേട്ടതാണ്. കാർവാറിലെ രവീന്ദ്രനാഥ ടാഗോർ ബീച്ചിലെ വാർഷിപ്പ് മ്യൂസിയത്തിൽ മിസൈലുകളുടെയും ആയുധങ്ങളുടെയും പകർപ്പുകൾ വെച്ചിട്ടുണ്ട്. വിശാഖപട്ടണത്തും ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട ഒരു സബ്മറൈൻ, ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്. ഞാൻ നിങ്ങളോടെല്ലാവരോടും, പ്രത്യേകിച്ച് സൈനിക ചരിത്രത്തിൽ താൽപ്പര്യമുള്ളവരോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ മ്യൂസിയങ്ങൾ തീർച്ചയായും സന്ദർശിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ശീതകാലം വന്നിരിക്കുന്നു. അതോടൊപ്പം ശീതകാല ടൂറിസത്തിൻ്റെ സമയവും വന്നിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും ശീതകാലത്ത് നടക്കുന്ന ടൂറിസത്തെ, വിൻ്റർ ടൂറിസത്തെ അവിടെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു അടിസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും ലോകത്തിലെ ഏറ്റവും വിജയകരമായ വിൻ്റർ ഫെസ്റ്റിവലുകളും വിൻ്റർ സ്പോർട്സ് മോഡലുകളും ഉണ്ട്. ഈ രണ്ട് ഘടകങ്ങളും സ്കീയിങ്, സ്നോ ബോർഡിംഗ്, സ്നോ ട്രെക്കിംഗ്, ഐസ് ക്ലൈംബിംഗ്, ഫാമിലി സ്നോ പാർക്കുകൾ തുടങ്ങിയ അനുഭവങ്ങളെ തങ്ങളുടെ അടയാളമാക്കി മാറ്റി. അവർ തങ്ങളുടെ വിൻ്റർ ഫെസ്റ്റിവലുകളെ ആഗോള ആകർഷണമാക്കി മാറ്റിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തും വിൻ്റർ ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. നമുക്ക് പർവ്വതങ്ങളുമുണ്ട്, സംസ്കാരവുമുണ്ട്, സാഹസികതയുടെ അനന്തമായ സാധ്യതകളുമുണ്ട്. ഈയിടെയായി എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഉത്തരാഖണ്ഡിലെ വിൻ്റർ ടൂറിസം ആളുകളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട് എന്നതാണ്. ശീതകാലത്ത് ഔലി, മുൻസ്യാരി, ചോപ്ത, ഡെഹ്റ തുടങ്ങിയ സ്ഥലങ്ങൾ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പിത്തോറഗഡ് ജില്ലയിൽ 14,500 അടിയിലധികം ഉയരത്തിൽ ആദി കൈലാസത്തിൽ വെച്ച് സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് അൾട്രാ റൺ മാരത്തൺ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൽ രാജ്യമെമ്പാടുമുള്ള 18 സംസ്ഥാനങ്ങളിൽ നിന്നായി 750-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു. 60 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദി കൈലാസ് പരിക്രമ റൺ ആരംഭിച്ചത് കൊടും തണുപ്പിൽ രാവിലെ 5 മണിക്കായിരുന്നു. ഇത്രയധികം തണുപ്പുണ്ടായിരുന്നിട്ടും ജനങ്ങളുടെ ആവേശം കാണേണ്ടത് തന്നെയായിരുന്നു. 3 വർഷം മുൻപ് വരെ 2000-ൽ താഴെ മാത്രം വിനോദസഞ്ചാരികൾ വന്നിരുന്ന ആദി കൈലാസ് യാത്രയിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം
30,000-ത്തിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉത്തരാഖണ്ഡിൽ വിന്റർ ഗെയിംസും സംഘടിപ്പിക്കാൻ പോകുകയാണ്. രാജ്യമെമ്പാടുമുള്ള കളിക്കാരും സാഹസിക പ്രേമികളും കായികരംഗവുമായി ബന്ധപ്പെട്ടവരും ഈ പരിപാടിയെക്കുറിച്ച് ആവേശഭരിതരാണ്. സ്കീയിങ് ആകട്ടെ, സ്നോബോർഡിംഗ് ആകട്ടെ, ഇങ്ങനെ മഞ്ഞിൽ നടക്കുന്ന നിരവധി കായിക വിനോദങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തരാഖണ്ഡ് വിന്റർ ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനായി കണക്ടിവിറ്റിയിലും ഇൻഫ്രാസ്ട്രക്ചറിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട് പുതിയ നയവും രൂപീകരിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ശീതകാലത്ത് വെഡ് ഇൻ ഇന്ത്യ പ്രചാരണത്തിനും ഒരു പ്രത്യേക ആകർഷണമുണ്ട്. ശീതകാലത്തെ സുവർണരശ്മികളും പർവ്വതങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന മഞ്ഞിൻ്റെ പുതപ്പുമൊക്കെയായി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനായി പർവ്വതങ്ങൾ ഇപ്പോൾ വളരെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. പല വിവാഹങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ചും ഗംഗാ നദിയുടെ തീരത്താണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ശീതകാല ദിനങ്ങളിൽ ഹിമാലയൻ താഴ്വരകൾ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൻ്റെ ഭാഗമായി മാറുന്നു. നിങ്ങൾ ഈ ശീതകാലത്ത് എവിടെയെങ്കിലും പോകാൻ ആലോചിക്കുന്നുണ്ടോ? എങ്കിൽ ഹിമാലയൻ താഴ്വരകളുടെ സാധ്യത തീർച്ചയായും പരിഗണിക്കണം. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഞാൻ ഭൂട്ടാനിൽ പോയിരുന്നു. അത്തരം സന്ദർശനങ്ങളിൽ പലതരത്തിലുള്ള സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും അവസരം ലഭിക്കാറുണ്ട്. എൻ്റെ യാത്രയിൽ ഞാൻ ഭൂട്ടാനിലെ പഴയ രാജാവിനെ കാണുകയുണ്ടായി. അദ്ദേഹം ഇപ്പോഴത്തെ രാജാവിൻ്റെ പിതാവും ഇതിനു മുൻപുള്ള രാജാവുമാണ്. കൂടാതെ അവിടുത്തെ പ്രധാനമന്ത്രിയെയും മറ്റ് ആളുകളെയും കണ്ടു. ഈ സമയത്ത് എല്ലാവരിൽ നിന്നും ഒരു കാര്യം തീർച്ചയായും കേൾക്കാൻ കഴിഞ്ഞു. എല്ലാവരും അവിടെ ബുദ്ധിസ്റ്റ് റെലിക്സ്, അതായത് ഭഗവാൻ ബുദ്ധൻ്റെ പുണ്യ തിരുശേഷിപ്പുകൾ അയച്ചതിന് ഭാരതീയരോട് നന്ദി പ്രകടിപ്പിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോഴെല്ലാം എൻ്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു. സുഹൃത്തുക്കളെ, ഭഗവാൻ ബുദ്ധൻ്റെ പുണ്യ തിരുശേഷിപ്പുകളെക്കുറിച്ച് മറ്റ് പല രാജ്യങ്ങളിലും ഇതേപോലെയുള്ള ആവേശം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് ഈ പുണ്യ തിരുശേഷിപ്പുകളെ റഷ്യയിലെ കൽമിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ബുദ്ധമതത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അവ ദർശിക്കുന്നതിനായി റഷ്യയുടെ വിദൂര ഭാഗങ്ങളിൽ നിന്ന് പോലും വളരെയധികം ആളുകൾ അവിടെ എത്തി. ഈ പുണ്യ തിരുശേഷിപ്പുകളെ മംഗോളിയ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. എല്ലായിടത്തും ജനങ്ങളുടെ വലിയ ആവേശം കാണാൻ കഴിഞ്ഞു. അവ ദർശിക്കുന്നതിനായി തായ്ലൻഡിലെ രാജാവും എത്തിയിരുന്നു. ലോകമെമ്പാടും ഭഗവാൻ ബുദ്ധൻ്റെ പുണ്യ തിരുശേഷിപ്പുകളോടുള്ള ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ബന്ധം കാണുമ്പോൾ മനസ്സ് വികാരഭരിതമാകുന്നു. ഇങ്ങനെയുള്ള ഒരു സംരംഭം എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി മാറുന്നതെന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് G20 ഉച്ചകോടിയിൽ ലോകത്തിലെ പല നേതാക്കൾക്കും സമ്മാനങ്ങൾ നൽകുന്ന കാര്യം വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, വോക്കൽ ഫോർ ലോക്കൽ. ഞാൻ രാജ്യവാസികൾക്ക് വേണ്ടി ലോക നേതാക്കൾക്ക് നൽകിയ സമ്മാനങ്ങളിൽ ഈ വികാരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. G20 സമയത്ത് ഞാൻ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രപതിക്ക് നടരാജൻ്റെ വെങ്കല പ്രതിമ സമ്മാനിച്ചു. ഇത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൻ്റെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെട്ട ചോളകാലത്തെ ശില്പകലയുടെ അത്ഭുതകരമായ ഉദാഹരണമാണ്. കാനഡയുടെ പ്രധാനമന്ത്രിക്ക് വെള്ളികൊണ്ടുള്ള കുതിരയുടെ ഒരു പ്രതിരൂപം നൽകി. ഇത് രാജസ്ഥാനിലെ ഉദയ്പൂരിൻ്റെ മികച്ച ശില്പകലയെ പ്രതിഫലിപ്പിക്കുന്നു. ജപ്പാനിലെ പ്രധാനമന്ത്രിക്ക് വെള്ളികൊണ്ടുള്ള ബുദ്ധൻ്റെ പ്രതിരൂപം സമ്മാനിച്ചു. ഇതിൽ തെലങ്കാനയിലെ കരീംനഗറിൻ്റെ പ്രസിദ്ധമായ സിൽവർ ക്രാഫ്റ്റിൻ്റെ സൂക്ഷ്മത വെളിവാകുന്നു. ഇറ്റലിയുടെ പ്രധാനമന്ത്രിക്ക് പൂക്കളുടെ രൂപങ്ങളുള്ള ഒരു വെള്ളിക്കണ്ണാടി സമ്മാനമായി നൽകി. ഇതും കരീംനഗറിലെ തന്നെ പരമ്പരാഗത ലോഹശില്പകലയെ പ്രദർശിപ്പിക്കുന്നു. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഓട്ടുരുളിയാണ് സമ്മാനിച്ചത്. ഇത് കേരളത്തിലെ മാന്നാറിലെ ഒരു മികച്ച കരകൗശലമാണ്. എൻ്റെ ലക്ഷ്യം ലോകം ഇന്ത്യയുടെ കരകൗശലം, കല, പാരമ്പര്യം എന്നിവയെക്കുറിച്ച് അറിയുകയും നമ്മുടെ കരകൗശല വിദഗ്ധരുടെ കഴിവിന് ഒരു ആഗോളവേദി ലഭിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. സുഹൃത്തുക്കളെ,
വോക്കൽ ഫോർ ലോക്കൽ എന്ന വികാരത്തെ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ വർഷം നിങ്ങൾ ഉത്സവങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ചന്തയിൽ പോയപ്പോൾ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും. ജനങ്ങളുടെ ഇഷ്ടങ്ങളിലും വീടുകളിലേക്ക് വരുന്ന സാധനങ്ങളിലും രാജ്യം സ്വദേശിയിലേക്ക് മടങ്ങുന്നു എന്ന വ്യക്തമായ സൂചന കാണാമായിരുന്നു. ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ മാറ്റം ഏറ്റവും ചെറിയ കടക്കാരൻ പോലും അനുഭവിച്ചറിഞ്ഞു. ഇത്തവണ യുവാക്കളും വോക്കൽ ഫോർ ലോക്കൽ പ്രചാരണത്തിന് വേഗം നൽകി. വരുന്ന കുറച്ച് ദിവസങ്ങളിൽ ക്രിസ്മസിനും പുതുവർഷത്തിനുമുള്ള ഷോപ്പിംഗിൻ്റെ പുതിയ ഘട്ടം ആരംഭിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം ഓർക്കുക, അതുതന്നെ വാങ്ങുക. അതായത് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നവ, കൂടാതെ ഒരു സഹദേശവാസിയുടെ കഠിനാധ്വാനം അടങ്ങിയവ മാത്രം വിൽക്കുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ത്യൻ കായിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സൂപ്പർ ഹിറ്റായിരുന്നു. ഈ മാസത്തിൻ്റെ തുടക്കം ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ICC വനിതാ ലോകകപ്പ് വിജയത്തോടെയായിരുന്നു. പക്ഷേ അതിനുശേഷവും കളിക്കളത്തിൽ കൂടുതൽ ആവേശം കാണാൻ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ടോക്കിയോയിൽ ഡെഫ് ഒളിമ്പിക്സ് നടന്നു. അവിടെ ഇന്ത്യ തങ്ങളുടെ എക്കാലത്തെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 20 മെഡലുകൾ നേടി. നമ്മുടെ വനിതാ താരങ്ങൾ കബഡി ലോകകപ്പ് നേടി ചരിത്രം സൃഷ്ടിച്ചു. ടൂർണമെന്റിലുടനീളം അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയം കീഴടക്കി. വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലിലും നമ്മുടെ കളിക്കാരുടെ പ്രകടനം മികച്ചതായിരുന്നു. അവിടെ അവർ 20 മെഡലുകൾ നേടി. സുഹൃത്തുക്കളെ, ഇതിലും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ വനിതാ ടീമിൻ്റെ ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പ് വിജയമാണ്. വലിയ കാര്യം എന്തെന്നാൽ നമ്മുടെ ഈ ടീം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഈ ടൂർണമെന്റ് നേടിയത്. ഈ ടീമിലെ ഓരോ കളിക്കാരനിലും ദേശവാസികൾക്ക് അഭിമാനമുണ്ട്. ഈ ടീമുമായി എനിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. തീർച്ചയായും ഈ ടീമിൻ്റെ ധൈര്യവും അവരുടെ ആവേശവും നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ വിജയം നമ്മുടെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ്. ഇത് ഓരോ ഇന്ത്യക്കാരനും എക്കാലത്തും പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇക്കാലത്ത് നമ്മുടെ രാജ്യത്ത് എൻഡ്യൂറൻസ് സ്പോർട്സിൻ്റെ ഒരു പുതിയ കായിക സംസ്കാരവും അതിവേഗം ഉയർന്നു വരുന്നുണ്ട്. എൻഡ്യൂറൻസ് സ്പോർട്സ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ പരിധികൾ പരീക്ഷിക്കപ്പെടുന്ന കായിക പ്രവർത്തനങ്ങളെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ മാരത്തൺ, ബൈക്കത്തോൺ പോലുള്ള പ്രത്യേക പരിപാടികൾ ചില പ്രത്യേക ആളുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. എല്ലാ മാസവും രാജ്യത്തുടനീളം 1500-ലധികം എൻഡ്യൂറൻസ് സ്പോർട്സ് പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് കായിക താരങ്ങൾ ദൂരയാത്രകൾ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, എൻഡ്യൂറൻസ് സ്പോർട്സിൻ്റെ തന്നെ ഒരു ഉദാഹരണമാണ് അയൺമാൻ ട്രയാത്ലോൺ. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ പക്കൽ ഒരു ദിവസത്തിൽ താഴെ സമയമേ ഉള്ളൂ എന്നും ഈ 3 കാര്യങ്ങൾ ചെയ്യണമെന്നും: സമുദ്രത്തിൽ 4 കിലോമീറ്റർ നീന്തുക, 180 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കുക, കൂടാതെ ഏകദേശം 42 കിലോമീറ്റർ മാരത്തൺ ഓടുക. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ഉരുക്കുപോലെ ഇച്ഛാശക്തിയുള്ള ആളുകൾ ഈ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ അയൺമാൻ ട്രയാത്ലോൺ എന്ന് വിളിക്കുന്നത്. ഗോവയിൽ അടുത്തിടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇക്കാലത്ത് ഇത്തരം പരിപാടികളിൽ ആളുകൾ വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ യുവസുഹൃത്തുക്കൾക്കിടയിൽ വളരെയധികം പ്രചാരത്തിലാകുന്ന മറ്റു പല മത്സരങ്ങളുമുണ്ട്. ഇക്കാലത്ത് പലരും ഫിറ്റ് ഇന്ത്യ, സൺഡേസ് ഓൺ സൈക്കിൾ പോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ ഒരുമിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതെല്ലാം ഫിറ്റ്നസ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ മാസവും നിങ്ങളെ കാണുന്നത് എനിക്ക്
എപ്പോഴും ഒരു പുതിയ അനുഭവമാണ്. നിങ്ങളുടെ കഥകളും നിങ്ങളുടെ പ്രയത്നങ്ങളും എന്നെ പുതിയ രീതിയിൽ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സന്ദേശങ്ങളിലൂടെ നിങ്ങൾ അയക്കുന്ന നിർദ്ദേശങ്ങളും പങ്കുവെക്കുന്ന അനുഭവങ്ങളും ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ ഭാരതത്തിൻ്റെ വൈവിധ്യം ഉൾക്കൊള്ളാൻ പ്രചോദനം നൽകുന്നു. അടുത്ത മാസം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ 2025 അവസാനിക്കാറായിട്ടുണ്ടാകും. രാജ്യത്തെ മിക്ക ഭാഗങ്ങളിലും ഇപ്പോൾ തണുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ തണുപ്പുകാലത്ത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത മാസം നമ്മൾ ചില പുതിയ വിഷയങ്ങളെക്കുറിച്ചും പുതിയ വ്യക്തിത്വങ്ങളെക്കുറിച്ചും തീർച്ചയായും ചർച്ച ചെയ്യും. വളരെ നന്ദി. നമസ്കാരം.